நீங்கள் பார்த்து பலன் சொன்னதில் எத்தனை பேர் உங்ககிட்ட வந்து நீங்கள் அப்படியே 100% கரெக்டாக சொன்னீங்க அப்படின்னு உங்களை பாராட்டி இருக்காங்க? என்னை பொறுத்தளவுக்கு இப்போது நான் எவ்வளோ பேருன்னு நமக்கு சொல்ல முடியாது. അതിപ്പോൾ സാർക്ക് തന്നെ തരും. സാറോടെ യൂട്യൂബിൽ എന്നെക്കുറിച്ച് നെഗറ്റീവായിട്ട് എവളോ മെസ്സേജ് വന്നിരിക്കുന്നത്, പോസിറ്റീവായിട്ട് എവളോ മെസ്സേജ് വന്നിരിക്കുന്നതില്ല. അതുதான். അതായത് നമ്മൾ വന്നിട്ട് എന്നെ പാരാട്ടണമെന്ന് ഞാൻ എങ്കിൽ പോയി പാരാട്ടണം അതൊരളவுக்கு ഞാൻ പോണതില്ല. എന്നുവെച്ചാൽ നമുക്ക് അന്തമാതിരി 10 പേരുടെ ഇടയിൽ നമ്മൾ പാരാട്ടി മേലെ ഏറി ഉക്കാര വെക്കണമെന്നാണ് എതിർപ്പാക്കുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് 4 പേര് കൂടുന്നിടത്ത് ഞാൻ പോക മാട്ടേൻ. നമ്മൾക്കിட்ட വന്നവർക്ക് നമ്മൾക്ക് പഠിച്ച തൊഴിലിനെ ചൊല്ലിക്കൊടുക്കറ, അത് പരിഹാരം ചൊല്ലിക്കൊടുക്കുന്നതുണ്ട്, പരിഹാരം ചൊല്ലിക്കൊടുക്കാത്തതുണ്ട്. ഒരു പരിഹാരത്തിനും പൊറുപ്പുകളും ഞാൻ എടുക്കാൻ മാട്ടേൻ. അതായത് ഇപ്പോൾ പരിഹാരം ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നടുത്ത് പോയി ചെയ്യണം சொன்னால் நிறைய பேர் കമ്മീഷൻ വാങ്ങി ചെയ്യുന്നവർ இருக்குது. നമ്മളെ പൊറുത്തളവുക്ക് ആ കമ്മീഷൻ വാങ്ങിയിട്ട് ചെയ്യണതോ അല്ലെങ്കിൽ വന്നിട്ട് അവരെ കൂട്ടി കൊണ്ടുപോയി ഉക്കാറ വെച്ച് ചെയ്ത് അതുക്കപ്പുറം അതിന്നൊരു ദക്ഷിണ വാങ്ങണതോ ഞാൻ ചെയ്യണതില്ല. കാലയിൽ ഉക്കാർന്നിരുന്നാൽ കടവുൾ നമുക്കാ കൊണ്ടുവന്ന് തരുത്. എനിക്ക് ഒരു നാളേക്ക് കൊണ്ടുവന്ന് തരുന്നത് വിട്ടിട്ട് ഞാൻ മറ്റത് ഒരാൾക്കിட்ட പോയി വാങ്ങാൻ പോണാൽ എനിക്കിവിടെ വരുന്ന കസ്റ്റമർ എന്നെ ശരിയില്ലാமல் വരും. അതായത് അവർക്കത് ഒരു നമ്പിക്ക വെച്ചതാണ്. അപ്പം 5 നാൾ ഞാൻ കരുതുന്നത് 5 നാൾ എനിക്ക് മക്കളെ എന്നെ തേടി വരുന്നതല്ലേ. ഇത് വിട്ടിട്ട് ഞാൻ വേറെ പോയത് പ്രയോജനമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പരിഹാരങ്ങൾ അതായത് ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹാരങ്ങൾ ചൊല്ലിക്കൊടുക്കും. പരിഹാരം ചെയ്യണം എന്നുള്ളത് ഇന്ന് വരയ്ക്കും ആരോടും കമ്പയർ ചെയ്ത് சொன்னതുമില്ല. പരിഹാരം ചെയ്തിട്ട് ഒരു 95% ആൾക്കാരും വന്നിട്ട് എൻകിட்ட വന്ന സ്വാമി അവളെ ചിലവാച്ച് എൻ്റെ കാര്യം നടക്കലേന്ന് ചൊല്ലിയിട്ട് വന്നതുമില്ല. അതിന് മെയിനായിട്ടുള്ള കാരണം എന്നാന്ന് കേട്ടാൽ പരിഹാരം എന്നുള്ളത് തേവരുന്നാൽ മട്ടും, തേവല്ലാത്തൊരു സമയത്തിൽ നമുക്ക് ഇന്നത് പണ്ണലാം ചൊല്ലി അവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പഴക്കം നമുക്ക് കിട്ടില്ല. പരിഹാരം ചിലത് പണ്ണ വേണ്ടതിരിക്കും. ദോഷങ്ങൾക്ക് വന്നിട്ട് ഇരുതാര ദോഷத்துக்கு പരിഹാരം പണ്ണ വേണ്ടിവരിക്കും. മുൻജന്മ ദുരിത ശാന്തിക്ക് പരിഹാരം ചെയ്യ വേണ്ടതിരിക്കും. അപ്പോൾ അങ്ങനെ അത് അതിനോടൊരു അവസരം ഇരിക്കുന്നതെന്ന് നനച്ചിരുന്നാൽ മട്ടും അത് ചൊല്ലിക്കൊടുക്കും. അതിൽ നമ്മൾ പ്രശ്നം വെച്ച് പാക്കും ഇന്നിടത്തിൽ പോയി ഇന്ന പരിഹാരം പണ്ണാൽ നല്ല ഇരിക്കുമാ എന്നുള്ളത്. അതിൽ നമ്മുടെ മനസാക്ഷിക്ക് ആ ഗുരു പ്രസാദിച്ച രാശി കിടച്ചാൽ ഇന്നിടത്തിൽ പോയി പണ്ണലാം, അഡ്രസ്സ് കൊടുക്കും എന്നുള്ളതാണ്. ആ അഡ്രസ്സ് കൊടുക്കണമെങ്കിൽ നമ്മൾ വില മുടിഞ്ഞത് തന്നെ.